രാജ്യത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നടന്നും നീതിയെക്കുറിച്ച് സംസാരിച്ചും കോൺഗ്രസിനെ ഒരുവിധം രക്ഷപ്പെടുത്തിയെടുക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുമ്പോഴാണ് ഇവിടെ കൂടോത്രവും ആവാഹിക്കലും. ഫാസിസത്തെ അതിജീവിച്ചാലും രാഹുലിന് ഇവരെ നേരിടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. രാഹുൽ രാജ്യത്തുടനീളം ഭരണഘടനയുമായി നടന്നു. ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ തകിട് കണ്ടെടുക്കുന്ന വിദ്വാനുമായാണ് സഞ്ചാരം. കേരളത്തിലെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ച നേതാവായിരിക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. KPCC അധ്യക്ഷൻ K. സുധാകരന് ജീവൻ ബാക്കിയായതിൽ അത്ഭുതമാണ്. വീടിനു ചുറ്റും ഓഫീസിലും ഡൽഹിയിൽ പോലും ആഭിചാരക്രിയ നടത്തുന്ന ശത്രുക്കളെ കൊണ്ട് സഹികെട്ടിരിക്കുന്നു പാർട്ടി അധ്യക്ഷൻ. അറിയില്ല മോനെ, അതൊക്കെ ഉണ്ണിത്താനോട് ചോദിച്ചാലേ അറിയൂ. എനിക്കാ അതൊന്നും കഴിയില്ല, ആർക്കും അതിലൊന്നും ആർക്കും കഴിയില്ല. K. സുധാകരന്റെ വീട്ടിൽ നിന്ന് ഒരു വർഷം മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് കണ്ടത്. KPCC ഓഫീസിൽ സീറ്റിനടിയിൽ, ഡൽഹിയിലെ അപ്പാർട്ട്മെന്റിൽ, എന്തിന് DCC ഓഫീസിൽ പാർട്ടി പതാകയിൽ നിന്നുവരെ കൂടോത്രം കണ്ടെത്തി. സുധാകരന്റെ വീട്ടിലായാലും ബാലകൃഷ്ണൻ പെരിയയുടെ വീട്ടിലായാലും വർഷങ്ങൾക്ക് മുൻപ് VM സുധീരന്റെ വീട്ടിലായാലും കൂടോത്രം കണ്ടെത്തലിൽ സദാ സാന്നിധ്യമായി രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്. അദ്ദേഹം സ്ഥിരമായി കൊണ്ടു നടക്കുന്ന ആചാര്യൻ. അദ്ദേഹത്തെ ഉണ്ണിത്താൻ അങ്ങനെയാണ് വിളിക്കുന്നത്. ആചാര്യൻ തകിടെടുക്കും, കണ്ടെടുക്കും വരെ കുഴിക്കും. അദ്ദേഹം എരുമേലിക്കാരനാണ്. തകിടൊന്നിന് 10,000 രൂപ കൊടുക്കേണ്ടി വന്നു എന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു നേതാവ് പറഞ്ഞത്. 10,000 വളരെ കുറഞ്ഞു പോയെന്ന് ഉണ്ണിത്താൻ പരാതിപ്പെട്ടുവെന്നും ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പുറത്തെ വീട്ടിലെ കടിയൻ നായയുടെ കുര ആചാര്യന്റെ രൂക്ഷനോട്ടത്തിൽ നിലച്ചുവെന്നും നേതാവ് ഓർമ്മിക്കുന്നുണ്ട്. ഉണ്ണിത്താനോട് പിണങ്ങിപ്പിരിഞ്ഞ ബാലകൃഷ്ണൻ പെരിയയും ചിലതൊക്കെ വെളിപ്പെടുത്തി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പാർട്ടിയെ ഇപ്പോൾ മന്ത്രവാദത്തിന്റെയും കൂടോത്രത്തിന്റെയും പാർട്ടിയായി കാസർഗോഡ് ജില്ലയിൽ അദ്ദേഹം മാറ്റി. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരു ദിവസം വന്നിട്ട് മന്ത്രവാദിയെയും കൊണ്ട് കുറേ സാധനങ്ങൾ എടുത്തു. അതിൽ അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ മുസ്ലിംസ് ആണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസിൽ, അദ്ദേഹത്തിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ, നേരത്തെ ഈ പാർട്ടിയിൽ ഉണ്ണിത്താന്റെ വാശി കൊണ്ട് പുറത്തായ കരിമ്പിൽ കൃഷ്ണന്റെ വീട്ടിൽ ഉൾപ്പെടെ ഈ മന്ത്രവാദികളെ കൊണ്ടുവന്നിത് ചെയ്യാണ്. ഇപ്പൊ ഞാൻ പറയാം, K. സുധാകരന്റെ വീട്ടിലും ഇതേപോലെ ഉണ്ണിത്താൻ കൊണ്ടുപോയിട്ട് ഈ മന്ത്രവാദിയെ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ എന്താ, VD സതീശനാണ് സുധാകരനെതിരെ ഈ മന്ത്രവാദം നടത്തിയത് എന്നാണ് അന്ന് പറഞ്ഞു നടന്നത്. KPCC ഓഫീസിൽ പോയി K. സുധാകരൻ ഇരിക്കുന്ന മേശയുടെ വലിപ്പിൽ നിന്ന് ഈ മന്ത്രവാദിയെയും കൂട്ടിക്കൊണ്ട് സാധനം എടുത്തു. പക്ഷെ പാർട്ടിയിൽ കൂടോത്രം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. PM സുധീരൻ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ 2018 പറഞ്ഞത് അദ്ദേഹത്തിന് 9 തവണ കൂടോത്ര ശല്യം ഉണ്ടായിരുന്നു എന്നാണ്. നേരത്തെ പലതവണ ഇത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഇതൊക്കെ അങ്ങ് വളരെ ടോട്ടലി ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. ആരും അങ്ങനെ അറിയിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് കരുതി ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് സ്ഥിരം പതിവായി വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊന്ന് പരസ്യപ്പെടുത്തുന്നത് നല്ലതാണ്. സെക്യൂരിറ്റി സ്റ്റാഫ് നേരെ പോലീസിനെ അറിയിച്ചു. ഒരു കാലത്തൊന്ന് ഇടത്തേക്ക് പോയെങ്കിലും മടങ്ങിയെത്തിയ ചെറിയാൻ ഫിലിപ്പിന് പാർട്ടിയിലെ ദുഷ്പ്രവണതയെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർ ആരായിരുന്നാലും അവർ ഇതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ, അവരെ ഭീരുക്കളോ വിഡ്ഢികളോ ആയി തന്നെയാണ് കണക്കാക്കേണ്ടത്. കാരണം അത് കോൺഗ്രസിനും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉണ്ടാക്കുന്ന ക്ഷീണം വളരെ വലുതാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ ഇടപെടുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തവരെ സാമൂഹികമായി ബഹിഷ്കരിക്കണം. രാഷ്ട്രീയ പാർട്ടികളാണ് ഇവരെ ഒറ്റപ്പെടുത്തണം. ദുർക്കർമ്മികളായ ആളുകൾക്ക് ഒരിക്കലും ഒരു പ്രസ്ഥാനത്ത് നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുരോഗമന കക്ഷികളായ ജനങ്ങൾ ഇവരെ ഒറ്റപ്പെടുത്തിയാൽ മാത്രമേ ഈ അന്ധവിശ്വാസ ജടിലമായ സമൂഹത്തിൽ നിന്ന് നമുക്ക് മോചിതമാകാൻ കഴിയൂ. ചെറിയാൻ ഫിലിപ്പിന് മാത്രമല്ല, മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജും ചിലത് ഓർമ്മിച്ചെടുക്കുന്നു. 2014 ഒക്ടോബർ 31 ബാർക്കോഴ വിവാദം ഒരു ടെലിവിഷൻ ചാനലിലെ സംവാദത്തിനിടയ്ക്ക് പൊട്ടിപ്പുറപ്പെടുന്നത്. അതിലൂടെയാണ് ആ സംഭവം അങ്ങോട്ട് വളരുന്നത്. അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് അത് K. മാണി സാറിനെ ആകെ തകർത്ത് കളഞ്ഞു. രാഷ്ട്രീയമായിട്ടൊക്കെ തകർന്ന് ഇരിക്കുന്ന സമയത്താണ് കോൺഗ്രസ് നേതാവ് അവിടെ ചെല്ലുന്നത്. ഇവിടെ മുഴുക്കുകയും കൂടോത്രമാണ് മണിസറേ, വീടിൻ്റെ ചുറ്റും കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഇവിടെ എല്ലാം കൂടോത്രമാണ് സാറേ, നമുക്കിത് ശരിയാക്കാം, ഞാൻ ഒരാളെ കൊണ്ടുവരാം, നമുക്ക് ഈ കൂടോത്രയിൽ എടുത്ത് കളയാം, ഇതിന് ഒരു മറുവിധി വേണം, ഇത് ഒഴിപ്പിക്കണം, എങ്കിൽ മാത്രമേ മാണി സാറിന് പുരോഗതി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു.
മണിസാർ പറഞ്ഞു അതവിടെ വെച്ചേക്ക്, അതവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ആ കോൺഗ്രസ് നേതാവിനെ പറഞ്ഞു വിട്ടു. ഇത്രത്തോളം സ്വന്തം കസേര നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന, ആരെങ്കിലും കാലുവാരിയേക്കുമെന്ന് ആശങ്കപ്പെടുന്ന ഒരു പാർട്ടി കാണില്ല. നെഹ്റുവിന്റെ പിന്മുറക്കാരുടെ നാണംകെട്ട പിന്നോട്ട് നടത്തത്തിൽ ശക്തമായി പ്രതികരിക്കാൻ ആകെയുണ്ടായത് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കിയാണ്. കസേര രക്ഷിക്കാൻ പണിയെടുക്കണമെന്ന് നേതാക്കളെ ഓർമ്മിപ്പിക്കാൻ അബിൻ വേണ്ടി വന്നു. ഈ കൂടോത്രക്കാരൊക്കെ വിചാരിക്കുന്നത് ഇത് 21ാം നൂറ്റാണ്ടാണെന്നും 2024 ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു തീർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് എന്നുള്ളത് കണ്ടെത്തി വേണം. ഈ കൂടോത്രമൊക്കെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരും ആയ വ്യക്തികൾ അല്ലെങ്കിൽ ആരാണെങ്കിലും അവർക്ക് ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കൂടോത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവുകയുള്ളൂ. 2 പണിയെടുത്താലേ നിങ്ങൾ നേതാക്കന്മാരാവുകയുള്ളൂ. യഥാർത്ഥ ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ മാവിലായിക്കാരനാണ്. ഞങ്ങളുടെ അവിടെ ഇതൊന്നുമില്ല. അപ്പോ ഇതാണ് രക്ഷ. മുഖം നോക്കാതെ പറയുന്നത് തുടരും. നമസ്കാരം.